யாரை வச்சு பண்ணுறாங்க? ஸ்கிரிப்டே நல்லா இருக்குது, சூப்பராக பண்ணிடலாம். அதையே வேணா சொல்லுவாங்க. என்ன சத்தியமூர்த்தி இந்த மாதிரி பேசுறேன்? அந்த திடீர்னு பணக்காரன் ഞാൻ കൊടുക്കறேൻ. ഓ ശരി ശരി, നേരി പാക്കാം. എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം? പ്രശ്നം ആ ചിന്നാടന്മാര് തന്നെ. നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാർ പല രീതിയിൽ ശ്രമിക്കുക. എങ്കിൽ പിന്നെ ആ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ? അപ്പാ ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ. അത് വേണ്ട, ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല, അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് കച്ചവടമാണെങ്കിലും അതിലുണ്ട് ഒരു നേരുന്നറിയും. ഇന്നേ വരെ നമ്മുടെ സ്പിരിറ്റ് വെച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത് എന്ന് വെച്ചാൽ സത്യമൂർത്തിയുടെ നീ ഇതിൽ ഇടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല. മാറ്റി പോണേ. ഞാന് സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. மறுபடியும் ஒரு ஜெயில் போகிறேன். ആ ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന്. എന്താടാ? വീട്ടിൽ നിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? മരിച്ചിട്ട് കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവാത്രേ. എങ്ക പോവാങ്ക? ஊருக்கு அங்கிள் கூட. എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാകരന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുക അല്ലേ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമെന്ന് വൈഫിനൊരു പേടി. ഒന്ന് രണ്ടു വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു. തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക. അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. വൈകി അവിടെ എത്താൻ രാത്രിയാവും. എന്റെ മോളെ നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിൽ നിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം 10 ദിവസം വീട്ടിലേക്ക് കയറി ഒന്നും സംഭവിക്കാൻ പോകില്ല. ഗോപികയെ ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം. അവളെ എനിക്ക് തന്നൂടെ? ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. வீடு காலி பண்ணி முன்னாடி கேட்டுருந்தா செலவாது மிச்சம். அவங்க வந்து இதுதான் காத்து லாரிக்கு இவங்க நான் இறங்கி வைக்கணுமா? தீபம் ஏதோ இதில் தான் சொல்லிட்டு வருவாங்க. தீபம் தீபம் வளர்த்து நல்லது வந்துச்சு, அவ்வளோதான். ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ചെക്ക് പോസ്റ്റ് ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട തനിക്ക്. മനസ്സിലായോ? എടോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ. അതങ്ങ് ചെയ്തോണ്ടാ മതി. ഡീസന്റ് സ്ഥലമാടോ വാളയാർ. ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സർ. വല്ലവരും പറയുന്ന കേട്ടല്ലാണ്ട് തനിക്ക് എന്തറിയാടോ വാളയാറിനെ പറ്റി? പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്, സങ്കര ഭാഷ, വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,000, പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ്, 10 ഹെഡ് കോൺസ്റ്റബിൾസ്, 2 ASI, 1 SI. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250. ഇതല്ലേ സർ വാളയാർ? ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല, വേണ്ട. പക്ഷേ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു SIയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സർ. യെസ്. ரெக்கமெண்டேஷன் இல்லடா. போயிட்டா இருப்பாரு அவர் பெரிய ஆஃபீஷியல். சொன்னதை செய். கையில் ஒதுங்கோடா, ചേട്ടൻ പോയി കൊടുത്തു. ஐயோ மாறு விஷயத்துக்கு இது இவர்கிட்ட அவர் மாட்டி பேர் கொடுக்குறா. பையன் பையன் பீச்சே കള്ളക്കഴടിമോ. പോലീസിൽ കിടന്ന് വഴിമാറിപ്പോയത് സാർ. ഈ സാർ കൈമടക്ക് ചോദിക്കുമെന്ന് പേടിച്ചാ. എന്താണ് വണ്ടിയില്? കോഴിയാ സാർ, നല്ല വയറ്റിലൊന്നും കോഴി. ആ കോഴിയൊക്കെ വലിച്ച് പുറത്തേക്ക് ചെക്ക് ചെയ്യണോ? അതിനകത്ത് ഒന്നുമില്ല സാർ. யாரோட வண்டி தெரியல. പിന്നെ എന്തിനാണ് നീ ചെക്ക് പോസ്റ്റിൽ കാശ് കൊടുത്തത്? RC ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ സാർ. അതിന് 1000 നോട്ട് കൊടുക്കണം സാർ. എന്താണോ? എല്ലാം ചെക്ക് ചെയ്തു, ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. നിന്നെയൊക്കെ തെളിവ് സത് എന്തെങ്കിലും എന്റെ കിട്ടും.
നിർത്തോ. എന്താ സാർ? പോവാൻ വരട്ടെ. സ്പിരിറ്റാ പിടിക്കണവരെ. ஓப்பனிங் மாதிரி இருந்துச்சு. ആരുടെയാടാ ലോഡ്? പറയടാ. പറയില്ല സാറേ. ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ. അതാ വർഗം. താനാരാ? ചാണ്ടിച്ചെന്ന പേര്. നാട്ടുകാരെന്നെ ഭായിന്ന് വിളിക്കും. ഓ, നിങ്ങളാണല്ലേ ബായ്. ആ, ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക. പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ. വിട്ടേക്ക്. തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര്? ഏയ്, തന്റെ ലോഡാണോ അവര് കടത്തിയത്? ഏയ്, പിന്നെ തന്റെ അളിയന്മാരാണോ അവര്? എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല. നമുക്ക് 1 2 3 ഇടപാടാ. വളച്ചിട്ടില്ലാതെ ചോദിക്കുക. മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ? മോൻ ഇരിക്കേ, ഭായി പറയട്ടെ. തന്നോടാരാ ഇരിക്കാൻ പറഞ്ഞത്? സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ? ഇരുന്നാട്ടെ. എഴുന്നേക്കടോ. ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാർ, ഇവന്റെ ലോറി ലോഡുമാ പിടിച്ചെടുത്തത്. RC പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. ഇവൻ എന്റെ ബിനാമിയാ. ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ. തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് SI-മാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട്. യവന്മാരെ പിടിച്ച് ലോക്കപ്പിലിടോ. നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. സൂക്ഷിക്കണം സാർ. ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. എന്താ അവർക്ക് ഗുണ്ടായിസുണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും. ഒന്നിനും ആരും സാക്ഷി പറയില്ല, കംപ്ലൈന്റും ചെയ്യില്ല സാർ. ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ നടത്തുന്നത്? അതെ. பிரேக்கிங் பட் ரெஃபரன்ஸ் வரவில்லை. അളവ് കുറഞ്ഞോ? തമ്പി ഇന്ന വരല. കുറവൊന്നുമില്ല. എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്നാ. വയ ദുബായ്. സിമിലാരിറ്റി നോക്കട്ടെ. தம்பி இது ஒரு பொண்ணு. இவரும் இங்க அடி வாங்கி வந்து சொல்ல வருவாரு. ஒரு எஸ்ஐ ஒருத்தர் இருக்கான போட்டு சொல்லிட்டான். എന്താ ഭായി ഇത്? ഞാൻ അവനെ പോയി பார்த்தேன். നമ്മുടെ 47 64 ലോറി പോലീസ് കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ SI. ഗോപാലിനെ ചെയ്യോ? ഗോപാലനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എന്റെ ശിവ, ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏത് ഉടയതമ്പരന്റെ മോനായാലും ശരി, ഭായത്തല്ലേ അവന്റെ அந்த കയ്യിൽ லெட்டர் படிச்சுட்டு போங்க. വാച്ചേ. வேலை கட்சிச்சுன்னா நான் போஸ்டிங் வந்து നിസ്സാര കേസിന് ശിവ വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ അങ്ങ് തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണവനെ. അല്ല ബായ്, ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ. പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം. എങ്കൻ പോട്ടിருப்பாரா? இல்ல காவியாமா. എന്താണ് വിശേഷം? അനിയന്റെ കഥ. അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ പുതിയ SI നിന്റെ അനിയൻ തന്നെ. ஒரு தெரிஞ்சிச்சா இப்போ നീ ആളെ വിട്ടത്. வச்சு செஞ்சுன்னு. ஐயோ எப்படா போகுது? ഇറങ്ങല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. എടാ, അവൻ എന്റെ അനിയൻ തന്നെയാ. പിന്നെ അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. சொல்றாரோ வந்து ബായ്. എന്തായടാ ശിവ, ആ SI തല്ലി ആശുപത്രിയിൽ ആക്കിയോടാ? ബായ്, തല്ലാൻ പോയവര് തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായ് ബായത്തല്ലേ SI ഇല്ലേ ബായ്? അവൻ എന്റെ ബായിയാണ് ബായ്. അതെ ബായ്. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞ ബായിയുടെയും ബായല്ലേ ബായ്? പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായ്? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായ്.
ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവനെ അറിഞ്ഞാ. അറിഞ്ഞടാ, നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലവും ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല പോന്നേക്കണത്. ആ നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. ആ പിന്നെ നീ കേട്ടാമണ ആ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട്. ഗോപിക്ക് டென்ஷன் நல்லா ஏற்றி விட்டுருக்கலாம் நம்ம. அது இன்னும் கொஞ்சம் மெயின்டைன் பண்ணி இந்த സമ പ്ലാട്ട് ആണ് അത്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തി വീഴണേ ഭഗവതി. നിന്നെ അവരത് ഈസി ആയിട്ട് അവന്മാരൊന്നും ഒരു കാലത്തും ஈகோ கூலா விட்ட மாதிரி காமிச்சாங்க. മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തോ. ദാ വരുന്നമ്മേ. മതിയടി. മോള് പോയി കിടന്നു. ഒച്ചണ്ടാക്കല്ലേ. കത്തപ്പോ എന്റെ അമ്മൂമ്മ പ്രായം കുറവാണല്ലോ. നോക്കണ്ട, ഇവിടെ നടക്കുന്നത് വല്ലത് അറിയണ്ടോ? വേണ്ട, ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. അതന്വേഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം. അയ്യോടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ പക്ഷേ. நல்ல வேலை வந்து இவரு வில்ல திருப்பி வருவேன் ஓபன் பண்ணியே അലോൺ എപ്പ പുറത്തിറങ്ങി? ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ജോസഫ്, നമ്മൾ തമ്മിൽ ചില കണക്കുകൾ ബാക്കിയില്ലേ? ഉണ്ടല്ലോ. அவர்கிட்ட போன் இருக்குல்ல, வீட்டுல ஒரு போன் வாங்கி தரலாம்ல. அடிச்சு வச்சுட்டு சின்னவங்க ரேட்டு தெரியுமா? ஸ்ட்ரைட்டா வாங்கிசியா? ഹലോ, മാർക്കറ്റിൽ ഭയങ്കര അടി കിടക്കാ. സമല്ല பீஃப் அத்து வச்சு எவ்வளோ பிசாஞ்சிரா. ஓடிட்டே ஓடிக்கோ. டக்குன்னு அவ்வளோதான். சுஜு சுஜு ஓடிக்கோ. பெருசா இருக்கு. ഇൻസ്പെക്ടർ, പരമശിവനെ കുത്തിയത് ഇതുവഴി ചാടിക്കോ. ஐயோ, வில்லன் விடாது. എന്താ ശിവ? ബൈ, എന്റെ പിന്നാലെ പോലീസ് ഉണ്ട്. ആരെന്ത് ചോദിച്ചാൽ എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ? പരമശിവത്തെ എവിടെ ഒളിപ്പിച്ചത്? ഏത് പരമശിവം? Come on, search, sir. பையன் போட்டு வித்துறானோ மாட்டேன். എന്തായോ ഇവിടെ എങ്ങും ആരുമില്ല സർ. എന്താ ഇൻസ്പെക്ടർ? സെർച്ച് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? വീട് സെർച്ച് ചെയ്യാൻ വാറന്റുണ്ടോ? ഇല്ല. പിന്നെ ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ, അത് പാഴാക്കരുത്. പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യിൽ. പക്ഷെ ഇപ്പോ
ഒരു കുത്തു കേസുണ്ട്. അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും. ഓർമ്മയുണ്ടല്ലോ എന്റെ കൈയിന്റെ ബലം. ഓ വാടോ. ഒരു സെക്കൻഡോട് കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ പങ്കുവൻ തന്നെ ശവമായിട്ട് എന്റെ ഭായി. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ മിടുക്കനാ അല്ലേ ബായ്? തന്റെ അനിയനായതുകൊണ്ട് പറയാ. തടി കേടാണ്ടെങ്കിൽ അവനോട് രക്ഷപ്പെട്ടോളം പറ. ബായ്, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ അവനെ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കോളാം. അതുവരെ അവനെ ഉപദ്രവിക്കരുത്. ബായ്ക്ക് ഈ ജോണിയെ പോലെ എനിക്ക് അവൻ. അത് ശരി, നീ കുളിക്കാൻ നിന്നെ അവരാരെങ്കിലും കണ്ടോ? കാണാതെ തന്നെ എന്തൊരു ചവിട്ടാ ചവിട്ടിയത്. അപ്പൊ കണ്ടിരുന്നെങ്കിലാ. ആ, തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറിക്കാം. ബായ്, അവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. എല്ലാം നമ്മുടെ ആൾക്കാരാ, നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ. ശരി പടേ. പുറത്തോട്ട് പോകാറങ്ങിയതാ. കുത്തിട്ടല്ല റിയാസ് ഖാന് വിളിക്കണ. ഹലോ, ഇത് ഞാനാടോ ചിന്നാടൻ വർക്കി. ആ മനസ്സിലായി. എന്തൊക്കെയുണ്ട് വർക്കിച്ച വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരാണോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. അവൻ ദേ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ചെന്റെ നന്ദി ഇങ്ങനെ കാണിക്കണം. ഒന്ന് ഇവരത് വേറെ ഔട്ട് പോയിടുന്നു. എന്താ സർ? ഏത് റൂമിലാണോ പരമശിവം? പരമശിവം ഏത് റൂമിലാ? 221 സർ. നിങ്ങൾ ഇവിടെ പോ. രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്കോ. അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല, വാ. നീ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ. തമിഴ് നീ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഇല്ലെന്ന് വാതിൽ എഴുതി ഒട്ടിക്കാനാണോ? പോടാ. നീ എന്താ തപ്പുന്നത്? വല്ലതും കാണാതെ പോയിട്ടുണ്ടോ? കൂട്ടിക്കെട്ടുന്നത് ആദ്യം ഞാൻ ഇറങ്ങാം. ഇത് നമുക്ക് ഇറങ്ങാനല്ല, പിന്നെ അവർക്ക് കേറാനാ. രണ്ടുപേരും അവിടെ പോയി നോക്ക്. ക്വിക്ക്, അവിടെ പോയി നോക്ക്. സർ, പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ പോലീസ് പിടിക്കില്ലേ? ഉണ്ടല്ലേ? ഓക്കെ, നൈസ്. അന്നത്തെ ഡോർ തന്നിട്ട് വാ. എന്താ അവര് പോയാ? ഒച്ച വെക്കലടാ, വാ. എന്താ സർ? തമിഴ് വായിക്കറിയോ? അറിയാം സർ. അത് വായിക്കേ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവം. നീ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. കമോൺ സർ. எதுக்குடா ட்ரிகர் பண்ணி விட்டு போனது? இல்ல அப்பதான் இது டவுட் வராது. ஒரு தமிழ் ஆளு நினைச்சு தான் யோசிச்சு வராது. இவ்வளோ அசால்ட்டா வந்து தண்ணி வேஸ்ட் பண்ண. അവൻ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ്. എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഹറി അപ്പ് സർ. லைட்டா நாசர் மாதிரி ஃபீல். நாசர் வடி. വ്യാകുല മാതാവേ നന്ദി. ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. നീ എവിടെ പോണു? ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാൻ അത് ഈ ഗ്യാപ്പല്ല. என்கிட்ட எங்க அக்கா வாக்கப்பட்டு சீரடிடா. ஆமாடா, அப்படிதானே எம்டன் மகன்ல. ആ, പെട്ടെന്നൊരു ടാക്സി വേണം. ശരി സർ. ഹലോ, ഒരു ടാക്സി ഇങ്ങോട്ടേക്ക്. ஐயோ பாத்துறா. ഈശ്വര. பொட்டு பொட்டு பொட்டு. ഏട്ടാ, ഉണ്ണിയേട്ടാ, ഏട്ടാ, അനിയ. അയ്യോ, എടാ, എന്റെ ഈശോയെ, എന്നെ തകർത്തു. അതെ, നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. അനിയൻ അനിയൻ. എടാ, എനിക്ക് നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല, നീ എന്താ ഇവിടെ? ഒരു ക്രിമിനലിനെ പൊക്കാൻ ഇറങ്ങിയതാ. ആ, എന്നിട്ട് കിട്ടിയാ? ഇല്ല, നീ എപ്പോഴും രക്ഷപ്പെടില്ല. സെറ്റ് മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു.
പിന്നെ അന്വേഷിച്ചും പിടിച്ചും ദാ ഇവിടം വരെ എത്തി. ഞാനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരുന്നാണല്ലോ. കിട്ടിയില്ലടാ. ആണോ? ആ, ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ. നീ നോക്കിക്കുന്ന സാധനം എടുത്ത് ജീപ്പിലേക്ക് വെച്ചേ. സമയം കളയല്ല, എനിക്ക് അമ്മയെ കാണണം. நல்லா கரெக்டா சிங்க் பண்ணி எடுத்துனது. നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും ഇതാണ് വയറ്റുഭാഗ്യം. ഒരു ലൈറ്റാ അല്ല, നീ മീൻ എടുക്കുന്നില്ല. ഓ ഞാനിപ്പോ വെയിറ്റ് ചെയ്യണം, കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യുന്നല്ലേ, ആനയുടെ തടി உடம்புல കുറയുന്നില്ലല്ലോ. அடிக்க பேரல இவர் பண்ணல அஜி வகிஸ் ഒന്നും ഓർത്താൽ എന്നെക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല, അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ. ആഹാ അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണ് അതൊക്കെ ഉണ്ടാക്കിയത്. ഏയ് ഞാനൊന്നും അല്ല. ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ ഇവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങ് എടുത്തേ. मैंगो पुलिशेया ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ. ഏയ് ഒന്നും മിണ്ടായിരടാ. അയ്യോ പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർദുബായിന്ന് വാങ്ങിച്ചാ. നോക്കട്ടെ. 500 ദർഹ. ரைட் ஏதோ வேலை பார்க்க നിനക്ക് போகுது. നോട്ടുണ്ടോ? നീ എടുത്തോ. இங்க நான் மாட்டேன் இது வந்து வாண்டடா மாட்டுறது நம்ம പേടിക്കണ്ട. ഒറ്റയ്ക്കൊന്നും Clue മിണ്ടാൻ കുത്തിട്ട് വേറെ പോയി. മാർഗ്ഗമില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ. ആരെങ്കിലും കാണും. ഏയ് ഇവിടെ ആരും വരാന. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആരും വരാതെ ഞാൻ நார்மலாவே மீட் பண்ணலாமே இது ഇവനെങ്ങനെ ഉള്ളിൽ കയറി? എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കയറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ നിന്നെ പ്രദേശത്ത് കണ്ടോ? അയ്യോ இது டக்கு டக்குன்னு கொளுத்திடுறல்ல அவரு என்ன மாட்டுறான். என்ன நடக்குது தெரியல அவருக்கு. തന്റെ ഒരു കത്ത് ഞാൻ സോറി. തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കത്തെഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ഡയറി എഴുതുവോ? ഡയറിയോ? ഉം. ഞാൻ ഡയറി ഒന്നും എഴുതാറില്ല. പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നോ? ആ, എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അല്ല, സ്വപ്നമല്ലേ സ്വപ്നം. ഇതിൽ എന്തോ ഗുട്ടൻസ് ഉണ്ട്. ഏയ് ഒരു കുട്ടൻസും ഇല്ല. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഇനി ദുബായിക്ക് തിരിച്ചു പോവോ? പിന്നെ പോണ്ടേ. അപ്പൊ ഞാനോ? നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവൂ. എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും. പുതിയ എസ് ഐ അല്പം തണ്ടനാണെന്നാ കേട്ടത്. പിടിച്ചോളും. ഇനി ഇതിന്റെ പേരിൽ അവന്മാരെ നമുക്കിട്ട് തിരിച്ചു പണിയല്ലേ. നമ്മൾ ആ ലോഡ് ആരറിയാൻ പോണപ്പാ. എങ്കിൽ ആ ഫോൺ എടുത്ത് കറക്കടാവേ. ஆளே வேற யாரோ மதிக்கிறோம். ஹாரிஸ் பரத்னு கேட்க போறோம். ഹലോ, ഞാനൊരു ഇൻഫോമറാ. ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട്. ഓ അതിനെന്താ, പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹലോ, ഞാൻ പറയണൊന്ന് കേക്ക്. അതിൽ സ്പിരിറ്റാ. ആണോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ SI സാറിന് കൊടുക്കാം. ബാലു, എന്താ ഏട്ടാ? നിനക്ക് Phone பண்ணி out. ഏതൊരു പരമശിവം സ്പിരിറ്റ് നടത്തണമെന്ന്. പരമശിവോ? ആ, ഹലോ, അതെ, ഒരു ലോഡ് സ്പിരിറ്റാ. നിങ്ങളാരാ? ഹലോ ഹലോ ഹലോ. എന്താടാ? ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ കള്ളപ്പന്നി. അവന്റെ ശത്രുക്കളാരെ ഒറ്റന്നാ. ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാള് കുറെ ആയി. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും. നിനക്ക് പേര് കിട്ടണ ഒരു ചാൻസ് നീ കളയരുത്. അല്ല, നീ എങ്ങനെ ഈ പരമശിവത്തിന് പിടിക്കാൻ പോണേ? വേഗം പറ, എനിക്ക് പോണം. അല്ല അമ്മ അമേരിക്കൻ ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരെ നക്കാപ്പിച്ച വെടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും. നാടകോ? ടിക്കറ്റ് വെച്ചാണോ? ഫ്രീ അല്ലേ? ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി. எல்லாமே ஒரு എന്നിട്ട് ഞാൻ ആ നേരത്ത് പാരലൽ റോഡ് ചെല്ലും. പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരലൽ റോഡ് വഴിയേ വരൂ. ഞാൻ അവനെ പൊക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ അല്ലേ? എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണെങ്കിൽ ഹാങ്ക് ഇതാ വേണം. ഹാങ്ക് കർത്താവേ, കള്ളന്റെ കയ്യിൽ തന്നെ. ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു. மறுபடியும் பண்றது தெரியாதுல்ல உங்களுக்கு?
இந்த நீ சொல்றதுக்கு ആക്കിസ്റ്റ് പകല് വെച്ച് നമ്മൾ ക്ലാസ് ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ഏയ് അത് ശരിയാവില്ല ജോണി. താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയുമ്പോൾ വണ്ടി പോകണോ അതോ പറയണ പോലെ കേൾക്കണോ? നീ ശിവൻ പറയുന്നത് കേട്ടാ മതി. അപ്പാ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇത്രയും മണ്ടനാവരുത്. ഇത് ഏട്ടനും കൂടെ അഡ്ജസ്റ്റ്മെന്റ്. ലോഡ് ഒന്ന് പിടിച്ച SI ക്കല്ലേ ക്രെഡിറ്റ് കിട്ടണേ. ഇവനെന്ന് നഷ്ടപ്പെടാൻ. ലോറി ലോഡ് നമ്മളല്ലേ. ബലിയാടാവൻ പാവൻ ഡ്രൈവർ. ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ. ഇല്ല ബായ്, ഇവനും എന്റെ ബായ് അല്ലേ ബായ്. என் பாய் உங்களுக்கும் பாய் தானே பாய். அது சமயம். ആ എടാ പരമശിവത്തിനെ കിട്ടിയോ? ഇല്ല. தேவையில்லாத இவத ஈகோ ட்ரிகர் பண்ணிட்டு എവിടെ ചോർന്നു വേട്ടാ. നീ വിഷമിക്കാതിരിക്കേ. விசேஷப்படாங்களா அவங்க தான் இவங்க கேட்டார்ல. എനിക്കൊന്നും வேണ്ട. എന്നാ പോയി കിടന്നു. இல்ல நான் பேச்ச கேட்கலையா அவங்க என்னது அந்த பசங்க? அனுப்ப வேண்டியது அனுப்பல. இது வந்து அனுப்பிச்சிட்டாங்க. அவங்க பேரலல் ரோட்ல வரனார்ல, அவர் ஹைவேல அனுப்பிச்சிட்டாரு. அவன் வந்து அந்த ரோட்ல தம்பி வந்து பேரலல் ரோடுக்கு போட சொல்லுவான். பைலட்னா கண்டுபிடிச்சிடுவான்னு நினைக்கிறேன். ஏன்னா இவங்க கிட்ட மட்டும் தானே பிளான் சொன்னான். இவரு நினைச்சு നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞതോ? അയ്യോ സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാറിന് എല്ലാം അറിയാം. എനിക്കല്ല, നിനക്ക്. എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നു ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എങ്ങനെ ചോർന്നേ? കർത്താവ് അത് ചോർന്നോ? സത്യം പറയണം. പരമശിവത്തിനെ നിനക്കറിയില്ലേ? എനിക്കറിയില്ല. നിനക്ക് പരമശിവത്തിനെ അറിയില്ല? നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? വലിയ ബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട്. ആരുടെ പരമശിവൻ? പറയണം. നീല നിറത്തില് കഴുത്തേല് മൂർഖം പാമ്പിനെ കെട്ടി മുടി നീട്ടി വളർത്തി തലേന്ന് ഗംഗേനെ ചാടിച്ചിട്ട് ഈ കാലണ്ടറിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർവതിയുടെ ഹസ്ബൻഡ്, ഗണപതിയുടെ അപ്പൻ പരമശിവൻ. ഏട്ടാ, എന്റെ പ്ലാൻ ചോർത്തി ഇവനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇവനോ? എടാ പട്ടിണിയും പരിവട്ടായിട്ട് ജോലി തണ്ടി ദുബായ് ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആഹാരം ഒന്നും രക്ഷിച്ചത് ഇവനാ. ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത്. ഇവനെ നീ പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് എന്നെ സംശയിച്ചാല്? കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച് ഒരു ദിവസം നീ പറയൂലോ ഈ ഞാനാണ് പരമശിവന്ന്. അതെടാ ഞാനാണ് പരമശിവം. നീ അറസ്റ്റ് ചെയ്യടാ. സോറി ഏട്ടാ. അല്ല പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ മെക്കിട്ട് കയറാ. നീ പരമശിവന്ന് പറഞ്ഞിട്ട് അവനെന്താ വിശ്വസിക്കുന്നത്? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ചില നേരത്തെ നുണകൾ സത്യമായിട്ടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്, നടക്കരുത്, കിടക്കരുതെന്ന്. ഞാൻ ബാലരമല മായാവി വായിച്ചു ഉറങ്ങിപ്പോയതാ. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ. നാളെ മുതൽ നീ ബായുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി. ஃபர்ஸ்ட் காசு கொடுக்கணும்ல. மாட்டிட்டு போ. என்ன சார் நான் தப்பொன்னும் பண்ணலையே. പാണ്ഡ്യൻ അത് തന്നെയല്ലടാ നിന്റെ പേര്? ഓ കറക്റ്റ് ആയിച്ചാ. പണമായിട്ട് വന്നിരുന്നില്ലേ? ஆமா சார். അത് தமிழ் தெரியாது சார். சென்ற ஜெயில இருந்து பரமசிவத்துக்காகத்தான் நாங்க வந்தது. പരമശിവത്തുക്കായോ? ஆமா சார். പരമശിവൻ ഏട്ടൻ തമ്മിൽ എന്താണ് ബന്ധം? தெரியாது சார். அதுக்கு மேல எனக்கு ஒன்றும் தெரியாது. ഏത് ജയിലാടാ പരമശിവൻ കിടന്നത്? திருவனந்தபுரம் சென்ற ஜெயில். போட்டோஸ்ல இருக்குமாடா? அவர் பேச தமிழ் கூட எவ்வளோ செலவு பண்ணாடு ஒரு தமிழால. கோயம்புத்தூர் போனா கூட புஷ்ணு வந்துடலாம்டா. தமிழ் பேசுறேன். வெல் நோன் ஆக்டர். காசு அதிகமா தமிழ் ஆக்டர் யாரும் தெரியாத போட்டு டப்பிங் போட்டுக்கலாம். வாளையார் பரமசிவத்தின் ஹிஸ்டரி புக் போட்டோஸ் இருக்கும். பாஸ். ஐயோ ஐயோ. Your best course is to tread lightly. പോലെയല്ലേ പലതരത്തിലുള്ള വെയിറ്റ് பண்ணுகிறேன். ഷാർജ ഷേക്ക്, ഈ ഷാർജ இதுதான்டா പിന്നെ മിൽക്ക് ഷേക്ക്, ஹேண்ட்ஸ் ட்ரேடரா മാത്രം വിറ്റ് ப்ரோ வந்து என்னடா பிரேக்கிங் பாய். ஹைசன்பர்க். അവരോടൊക്കെ സംസാരിച്ചിട്ട് തമ്പി ഇന്ന വരല. എനിക്ക് ഇതിനല്ലേ പണി. അറബി സംസാരിക്കും. പിന്നെ അറബി സംസാരിക്കാതിരിക്കും. தம்பி ഏട്ടൻ അറബി സംസാരിക്കോന്ന്. ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി. ഞാൻ എന്താ ചെയ്തെന്നറിയോ? നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ സംസാരിക്കും. பிரேமிக் செட் பண்ணினாங்க. എനിക്ക് വയ്യാട്ടോ.
നീ കേട്ടോടാ ഇവന്റെ ഓരോ ദുബായ് തമാശ. ഇനിയുണ്ട് കൊറേ. അമ്മ വേഗം ഭക്ഷണം എടുത്ത് വെക്ക്. ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. കുറെ നാളായിട്ട് ഊണ് ഉറക്കവും ഇല്ലാതെ ആ പരമശിവത്തെ പിടിക്കാൻ നടക്കുകയില്ലായിരുന്നു. എന്നിട്ടാളെ കിട്ടിയോട്ടാ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. വാളയാർ പരമശിവം, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. നിനക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടി? തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് 4 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ. ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട്. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. വാളയാർ പരമശിവത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടൻ അറിയണോ? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അമ്മ ഒന്നും അറിയരുത്. എന്തിനായിരുന്നു ഇതൊക്കെ? ഞങ്ങളുടെയൊക്കെ മുമ്പിലും സാഹചര്യങ്ങൾ അങ്ങനെ. ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ന്യായീകരണങ്ങളാ. ബാലു, ഈ യൂണിഫോമിന്റെ മുന്നിൽ ഏട്ടനനിയൻ ബന്ധമില്ല. സറണ്ടർ ആകണം. എന്തിന്? സ്പിരിറ്റ് എടുത്തേനോ? എന്താ തെളിവ്? അതല്ല, ചിന്നാടൻ ബാബുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിന് ഓ, വാറണ്ടുണ്ട്. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം. എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം. പ്ലീസ്. അതാ വക്കീൽ ബിൽ വാങ്ങി. പരമശിവൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞോടെ പിടിക്കാനുള്ള പോയല്ലേ? ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കൈയോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പിൽ തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? തൊപ്പി ഒരു കളഞ്ഞിട്ട് ഇറങ്ങി പോടോ. മേ ഐ കം ഇൻ സർ? ഫുൾ ഗെറ്റപ്പ് ഉണ്ട്. ഷാർപ്പ് 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണ്. SP സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മിനിമം SP റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എൻ്റെ ഒരു ചെറിയ കുത്തേസല്ലേ സാറേ, ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് ഇപ്പോൾ വരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അതോ പുറത്തിരിക്കണോ? അപ്പൊ 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. ഇനി അവനെ തൊട്ടുപോകരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി അവനെ വിട്ടാരോ? വാ, നിനക്കെന്നെ തല്ലണമെങ്കിൽ അത് വീട്ടിൽ വെച്ചാ കാര്യന്നില്ലേ? നീ തല്ലി എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പോ SP സാറിനെ കൊണ്ട് കൊള്ളാം. SI SP കൊണ്ട് തല്ലിക്കുക. ഇവൻ മിടുക്കനാണ് ബായ്, മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത്. അല്ലേ പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന് ഇടഞ്ഞേനെ. ബായ് ബായ് വാ. भाई मेरे भाई और भाई விடுங்க பாய். அந்த பாய் ஏன் பாய்? உங்களுக்கு பாய் தானே பாய். സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവർ എന്റെ മനസ്സിലുണ്ട് കേട്ടോ. വരട്ടെ സാറേ. ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവ. എനിക്കെതിരെ പുതിയ വല്ല വാറണ്ടും ഉണ്ടോ? ഏട്ടനോട് SP പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ, സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ, എല്ലാരും പോയട്ടെ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാൽ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീർത്താ തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾക്ക് അരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടി പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ? പോരാ, എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ?
എടാ നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. പിന്നെ അനിയൻ SI ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. ஃபேமிலி சிச்சுவேஷன் சொல்லியுமே பேசுகிறான் பாரு. போலீஸ் என்னத்த போலீஸ் എടുത്ത് മാറ്റണോ? ഇത്രയും വണ്ടികൾ കിടക്കുന്ന കണ്ടുകൂടാ എനിക്ക്? ഫയർ രണ്ട് സൈഡും ബ്ലോക്ക്. ഇല്ല ഒരു ആംബുലൻസ് മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. എടുത്ത് മാറ്റണോ വണ്ടി? മാറ്റാൻ. ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്ക് ഈ പ്രഹസനം കഷ്ടമാണ് സർ. SP യുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ. സാർ ഒരു കോളുണ്ട്. ആരാടോ? SP ആണ് സാർ. പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് സഫീഷ്യന്റ് അല്ല. കോയമ്പത്തൂർ ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട്. കോയമ്പത്തൂർ ഫയർഫോഴ്സ് വരുന്നുണ്ട്. എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. അറിയാം സർ. ആ ബാരിക്കേഡ്സ് എടുത്ത് മാറ്റൂ. quick. ஏன்னா அங்கே இருக்காதா ஃபைன் எல்லாரும் வழி இருக்குடா. ஆ இது மட்டும் கோயம்புத்தூர்ல வரணுமா? அது நிறைய எக்யூப்மெண்ட்ஸ் வந்து எல்லா ஃபயர் இதுல இருக்காது. தம்பி வேலை முடிஞ்சிச்சு, நான் போயிட்டு வரேன். தோறங்க வீட்டுக்கு போனோம். പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി എന്റെ സ്പിരിറ്റുമായിട്ട്. ഷാർപ്പ് 10. വിഡിത്തം കാണിക്കല്ലേ ബാലി സാറേ. ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയോ? அவ்வளோ பவர் இன்ஜினாடா அது? വെല്ലുവിളികളാവാം. പക്ഷേ ஹை ஹார்ஸ் பவரா? അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതൽ. லாரி இதோட இதில் இருக்குது, அதோட ஹையாக இருக்குமா? വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. எவ்வளோ சிசிடா இருக்கும் டிஃபால்ட்டு? എന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവൻ തോക്കണം. തോറ്റു തൊപ്പിയിടണം. അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് മുട്ടുമടക്കണം. ശിവ, നീ എന്താ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? എൻ്റെ അനിയൻ പഠിച്ച പോലീസ് ഓഫീസർ ആവണം. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ. അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അവൻ എൻ്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത്. ശിവ, ഓരോ തവണ ഞാൻ അവൻ്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എൻ്റെ മനസ്സ് വിങ്ങായിരുന്നു. നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ. എൻ്റെ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ അറിഞ്ഞു. ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം. ഞാൻ നിർത്തുകയാണ് ബായ്. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ അപ്പാ ഇയാള് പോണേ പോട്ടെ അപ്പാ, നമുക്കിതൊന്നും ചെയ്യാറിയില്ലേ? ജോണി ജോണി പറഞ്ഞത് ஏதோ பிரச்சனை பண்ண போறான்னு நினைக்கிறேன். சின்ன வீட்டுல 10 എന്ന് കരുതി ഒരു ആവശ്യം വന്നാല് ബായുടെ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. തമ്പിയെ പോട്ടുവാണല്ലോ. കണക്കി കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് போய் மாட்டி എന്റെ ബാധ്യതകൾ തീർക്കാനായിട്ട്. നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ശിവ? കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ബായ്? ഇപ്പോഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി. ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ച് വിരിച്ച് നടക്കാം. ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം ഒറിജിനൽ. ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം. ഇതൊരു ഉറപ്പിന് വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും. ഇനി എന്നാത്തിനാ നിന്റെ കണ്ണു നിറയുന്നത്? ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ. ഇപ്പൊ സന്തോഷമായില്ലയോ? അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കയറി നിൽക്കരുത്. മാറിയുന്നേ, ഇത് പണം വെക്കുന്ന സേഫാ. അയ്യോ, കുറച്ച് നേരത്തെ പറയാറുന്നില്ലേ? എല്ലാം കറക്റ്റ് അല്ലയോ? ഒന്നും ബാക്കിയില്ലല്ലോ. അല്ല, എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. ഇപ്പോഴെനിക്ക് സമാധാനായത്. പലിശ. അപ്പൊ എല്ലാം സെറ്റിലായില്ലേ? അല്ല, കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചുതരാൻ തോന്നുന്നുണ്ടോ? ഇല്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത് ശീലമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ കാണാനാണ്, ഇനി കാണണമെന്നില്ല.
അതൊക്കെ അറിയാച്ചാ ചുമ്മാ ഒരു രസത്തിന് രണ്ടടിച്ച ഒന്ന് ഫ്രീ. തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ. എന്നാലും വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോ. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം. അതെ അതെ, കല്യാണം കഴിക്കാതെ ചെറുക്കന് പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ? അല്ല, ദുബായ്ക്കാരൻ എന്തിയെ? അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിരിക്കുക, വരും. ഓ, ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവരാന്ന്. അതിനെന്താ, ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. തടുപ്പാന്ന് നിனைக்கிறேன் അവർക്ക്. അമ്മേ, ഫോട്ടോ ഒന്നും കൊടുത്തു വിടണ്ടമ്മേ. അതെന്താ? ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയ. ഓഹോ, എങ്കി വേണ്ട, കൊടുക്കണ്ട. ദാ, എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ. ഇത് പരമശിവല്ലേ? പരമശിവോ? ഇതെന്റെ ഉണ്ണിയേട്ടനാ. 4 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ലേ? വെറുതെ അല്ല 10 കാശ് സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞ് ഗോപിയെ പിടിച്ചവിടെ നിർത്തിയത്. കൊലയാളിക്ക് വേറെ ആര് പെണ്ണു കൊടുക്കാനാ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് ദിവാകരൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെ, വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ. മോനെ, ദുബായിന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നമ്മേ ഏട്ടൻ. അയ്യോ, അയ്യോ. അമ്മേ, അമ്മേ, മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തമ്മേ. ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല. ദാ നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട. എന്താ ഭാരതിയമ്മയ്ക്ക് സന്തോഷായില്ലേ? നീയാണോടാ പരമശിവം? ചോദിച്ചത് കേട്ടില്ലേ? നീയാണോ പരമശിവം? അമ്മേ, ആരതൊക്കെ? നീ പരമശിവല്ലെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയണ നിന്റെ അമ്മയോട്. സാർ, ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ ഈശ്വരനായിട്ട് അറിയിച്ച തന്നെ. അമ്മേ, അമ്മ കരുതുന്ന പോലെ ഒന്നും ഞാൻ അമ്മ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. ഗോപിയെ, എടുക്കടി നിന്റെ ബാഗ് സാധനമൊക്കെ. നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ ജീവിത. ഇനി ആര് കെട്ടുള്ളേ? അവള് വരുന്നില്ല. ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. അത് തന്നെ നടക്കും. എനിക്ക് ആ മക്കള് രണ്ടാ. അമ്മേ, நிறைய இதுல பார்த்துருக்கேன் நான், ஸ்டிக்கர்ல இந்த ரியாக்ஷன் இந்த குரூப்ல அனுப்பிச்சிருக்கீங்க. ഇല്ലമ്മേ, ഇങ്ങനെ ഒരു കല്യാണത്തിന് ഞാനും കൂടി സമ്മതിക്കണ്ടേ? എല്ലാം എനിക്കറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടിയ ഉണ്ണിയേട്ടൻ. எல்லாரும் விட இவங்களுக்கு முன்னாடி தெரியும். நானே அமைதியாக. ஆனா இன்னொன்னு பண்ணிருக்கலாம் தெரியுமா? எல்லாருக்கும் தெரிய வந்துருக்கணும். ஆனா இன்னொருத்தருக்கு தெரியவங்கிறது தெரியாம இந்த செம்மையா இருக்கும். எது? എന്താ ബായ്? எல்லாருக்கும் தெரிஞ்சிட்டு இருக்குது சிவ பரமசிவன். ஆனா காவியா மாதம் தெரியவங்கிறது இவருக்கு தெரியாம. பிரேக்கிங். പയ്യൻ മാട്ടിനാ പോലെ. എന്താ ഫൈനൽ ഷോഡോണാ? എൻ്റെ മോൻ അവനൊരു എഴുത്തിയാട്ടക്കാരനാണെന്ന് എനിക്കറിയാമല്ലോ. നിന്നോടുള്ള വാശി തീർക്കാൻ അവൻ ലോഡുമായിട്ട് പോയി. പോലീസ് പിടിച്ചു. അല്ല, നിന്റെ അനിയൻ പിടിച്ചു. അവൻ എന്നോടുള്ള പക തീർക്കും. എനിക്കെൻ്റെ മോനെ വേണം. ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്കെൻ്റെ മോനെ തിരിച്ചു വേണം. തരില്ലടാ നീ. அரே பாய், നീങ്ക എം ബായ് വന്ന് ലോറിയിലൂടെ എന്റേതാ. വണ്ടി ഓടിച്ചത് ഞാൻ. വിട്ടുതരില്ല ഞാനവനെ. ഇല്ലാത്തതും തെളിയാത്തതുമായ സർവ്വ ചാർജ് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ FIR ആയത്. കോടതിയിൽ നിന്ന് പോലും അവനെ ആർക്കും കിട്ടില്ല. എടാ, 24 മണിക്കൂർ കൂടുതൽ നിനക്ക് അവനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഇവനെ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവരും. ജോണി, നീ ധൈര്യമായിട്ടിരിക്കടാ. ഞാനല്ലേ പറയണേ. அதாச்சும் சொல்லிடுவாங்க நைட் உள்ள. വരട്ടടാ.
ബാലു ദാമോദർ സാറേ. എന്താ അവർക്ക് പാതിരാത്രിയിൽ നമ്മളൊക്കെ ഹയർ ഒഫീഷ്യൽ പോലീസ് ഞങ്ങള് അല്പം ആ ഭായിയുടെ മോനെ നിങ്ങളുടെ എസ് ഐ പിടിച്ച് അകത്തിട്ട കാര്യം അപ്പനെ പറയുന്നേ. കൊറേ കാലമായി ആ പരമശിവ എന്റെ തലയിൽ കയറി നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. സാറ് വിചാരിച്ച നമുക്ക് നാളത്തെ പത്രത്തിൽ ഒരു സന്തോഷ വാർത്ത വായിക്കാം. പോലീസ് മർദ്ദനം, പ്രതി കൊല്ലപ്പെട്ടു. പോലീസ് കസ്റ്റഡി കിടക്കുന്ന പ്രതിയെ നടക്കില്ല. എടാ പൊന്നുമോനെ ഒന്ന് പറഞ്ഞു. സാർ സിറ്റി ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു 50 സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടില്ല. അത് മേടിക്കണ്ടേ ഭാര്യയുടെ പേരിൽ? അതിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. സാറിന്റെ സ്വപ്നല്ലേ? തുടരും அதான் வெட்டாங்கல்ல ഹോസ്പിറ്റലിൽ സാർ ഇപ്പോഴാണ് വീട്ടിലേക്ക് പോയത്. സാർ പറഞ്ഞതുപോലെ പോലീസുകാരെയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയച്ചു. ഇയാൾ അവര് മറ്റേ ഹായിന്ന് പറയും. കാര്യം ചാണ്ടിച്ചന് എന്തും നേരിടാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം. വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് ഓർത്ത് സമാധാനിക്കണം. താൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയണോ? അയ്യോ, ചാണ്ടിയുടെ മോൻ പോലീസ് ലോക്കപ്പിൽ. ലോക്കപ്പിൽ? പരമശിവത്തിന്റെ അനിയൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് തല്ലിക്കൊന്നാന്നാ കേട്ട്. ബായ്, ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ എന്റെ മോനെ നീ കൊണ്ടുവന്നല്ലോ. சொல்லிட்டார் போல இதுல. இல்ல அது இவங்க ரெண்டு பேரோட அவரோட ஆள் தானே இவங்க. அவரோட ரெண்டு பேரோட കളിക്കുന്ന പോലീസിന്റെ കളി. ബായുടെ മോനെ കൊന്നതെന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ? ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. നമ്മുടെ ബാലിനെ ആർക്കും ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് അമ്മയും പെങ്ങളും പേടിച്ചിരിക്കുക അവിടെ. അച്ഛയാ വിടരുതവനെ. എനിക്കറിയാം എന്റെ അനിയനോട് പക തീർക്കരുത്. അവനല്ല ബായ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഓ ഓ എന്റെ മുമ്പിൽ சொல்ல மாட்டாங்க. சொல்றது கேளு அதுல எல்லாம் முடிஞ்சிடும். അവൻ ബായുടെ അടുത്തില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ എന്റെയും ഭായിയല്ലടാ. ഞാൻ അവനെ ഉപദ്രവിക്കൂ? കഴിയും? என் பையன் உன் பாயா இருக்கலாம். ശിവൻ പോ. ஆனா உன் பாயை நான் போய் விட மாட்டேன். that day பாய் உள்ள இருக்காரு பாய். ബായു, ബാലു എടാ. വേണ്ട ബായ്, മാറിക്കണം അവിടുന്ന്. ബായ് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാലു നിരപരാധിയാ. എന്റെ മോനെ കൊന്നവനെ എനിക്ക് വേണം. சொல்ல வேண்டியதான்டா. சொல்லவே மாட்டாங்க.
ഭായ് ഞാൻ പറയുന്നത് കേക്ക്. കൊല്ലും ഞാൻ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നുണയായിട്ടെ ബായിക്ക് തോന്നും. എങ്കിലും ബായി കേൾക്കണം, ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത്. ആ എസ് പി ചിന്നാടന്മാരും ചേർന്നാ. ജോണിയുടെ മുഖത്തെ ചതഞ്ഞ പാടുകൾ ബായും കണ്ടല്ലേ? അതാ എസ് പിയുടെ മോതിരത്തിന്റെ പാടുകളാ. ബായുടെ ശിവൻ ഒരിക്കലും ബായോട് കള്ളം പറയില്ല. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് ഇവനെയും. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അതിനിവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഏയ് ഇവൻ ശരിയാവില്ല ബായ്. തൽക്കാലം എന്റെ അനിയൻ ഇവിടെ ഇരിക്കുക കേട്ടാ. നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമം. വാ ബായ്. ബായ് ബായ് വേണം ബായ്. இன்னும் என்னடா பண்ண போறாங்க? 5 நிமிஷம் தான் ஓர்மைக்காய். அவர் தெரியாது, அவர் தான் கட்சி ஃப்ரேம் பண்ணி வைப்பாங்க. மேல நிறுத்தி விடுறாங்க. സൈഡിൽ நல்லா தெரிஞ்சு. എന്നടാവേ പുറത്ത് ഭയങ്കര മഴയാന്നല്ലേ. ഐശ്വര്യം വരുമ്പോ മഴ നല്ല ലക്ഷണമാ. ஓ ஸ்பிரிட். ஓ அப்படியே கொளுத்து போறாங்க போலடா. ஒரு நிமிஷம் தப்பா நினைச்சிட்டோம்டா. சாரி ஜோஷி ஜோஷி. அப்படிதான் இருந்ததுல இந்த படம் விஜய் சேதுபதி படம் இருக்கு. நான் யாரு போட்டது கிளைமேக்ஸ்ல எப்படி தூக்கி போடுவான். പോലീസാ? പോലീസ് ക്ലബിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാ. വീട്ടിലും എത്തിയിട്ടില്ല. അയാളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എങ്കിൽ ആ വണ്ടി എടുത്തൊന്ന് അന്വേഷിച്ചു വാ. എന്നടാ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ആരും ലോക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് വെയിറ്റ് പണ്ടതാ. എന്തോ ചതി ഉണ്ടല്ലോടാ. ബാബു തുറന്നു നോക്കണം. ശബ്ദം അപ്പൊ അത് മഴയില്ല, സ്പിരിറ്റാ. പിന്നാമ്പുറത്ത് കൂടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ മഴ കത്തിക്കും. അപ്പ എല്ലാ ഡോറും ലോക്കാ. உள்ள உள்ள ஊத்திட்டு போறாங்க. ஒரு சிலிண்டர் வச்சு அந்த மாதிரி அந்த மாதிரி பண்றாங்க. ஓய் அது வேற லெவல்ல இருக்கு போறாங்க. இவரு ஒரு இது பண்ணாருன்னு சொன்னாங்க. இவரா அவரா? ரெண்டு பேரும். அரே GTA Vice City மிஷன்லாம் அது. இல்ல இது இந்தோ பாகிஸ்தான் இது ஒரு இது தங்கச்சி கூட்டி போய் காட்டுச்சு பத்தியா? என்ன இது? ஆமா தம்பி தம்பி பண்ணதா? இவரு தம்பி தம்பி தம்பி. ஐயோ இந்த வியூல அப்புறம் தெரியும். தேடா தூக்கினா நான் சொன்னேன். The offense alleged against accused number 1 to 5 by Walayar police station is that ഈ കേസിലെ ഒന്നാം പ്രതിക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ ഭാഗം തെളിവുകൾക്ക് സാധിക്കാത്തതിനാലും രണ്ടാം പ്രതി ചാണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്തിട്ടുള്ളതിനാലും ഒന്നാം പ്രതി വാളയാർ പരമശിവം എന്ന ഉണ്ണി ദാമോദരനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. എന്തിനാ ഭായ് ഈ കുറ്റം ഭായ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തത്? ഞാൻ ചെയ്ത കുറ്റത്തിന് നീ 4 വർഷം ശിക്ഷ അനുഭവിച്ചു. വീണ്ടും നീ എനിക്ക് വേണ്ടി പുണ്യാളം പൊറുക്കോടാ. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പരമശിവമായിട്ട്. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം ഉണ്ണിയായിട്ട്. இவர் வந்து சொல்லலாம் வீட்டில் அம்மா உண்ணி
போ எப்படி மனசு மாட்டாங்க வைக்கோ. நான் சொல்லிட்டுக்கிறாரு போல வெற்றி சொன்னது. அயங்காம சொல்றா. முடிஞ்சிருச்சுல்ல, இனி என் முன்னாடி ஒருத்த நிக்க கூடாது. அவுட். பி கேர்ஃபுல். என்ன சொன்னேன்? ஸோ ரன்வே நான் நினைச்சதை விட படம் சூப்பரா இருக்கு. சொன்ன மாதிரி வந்து திலீப்புது பெஸ்ட் மூவி நம்ம பார்த்ததுலே திலீப்போட அருமையான மூவி. நம்ம ஸ்பீட் இல்ல ஒரு வழியா என்ன பண்ற நம்ம சொந்தக்கார எல்லாத்துக்கும் சொல்லி விட்டுற. ஆனா வந்து எனக்கு ஒரே ஒரு டிசப்பாயின்மெண்ட். அந்த லைனை ஏன் ஆட் பண்ணாங்கன்னு தெரியல விக்கிபீடியால. சும்மா ஒரு இடத்துல கெமிஸ்ட்ரின்னு வந்து எவனோ நம்ம பையன் தான் பண்ணிக்கிறான், பிராங்க் பண்ணிக்கிறான். இல்ல அது வந்து ரொம்ப நேரம் மெயின்டைன் ஆயிட்டு அதுக்கப்புறம் ரிவீல் அந்த டக்குன்னு ரிவீல் ஆயிடுச்சு எல்லாமே. தம்பி கூட எல்லாமே ஓகே தான். அதுல கூட என்ன பிரேக்கிங் பேட் சிமிலாரிட்டிஸ் அதுதான் வந்து என்னன்னு புரியல எனக்கு. அது தேவையே இல்ல. படம் வந்து சூப்பர் படம், நல்ல கமர்ஷியல், ஜாலியா போச்சு. படம் அதான் ஆரம்பிச்சதும் தெரியல முடிஞ்சதும் தெரியல. எடிட்டர் வந்து எனக்கு தெரிஞ்சு நம்ம வம்சாவளியில வந்திருப்பாரு. எடிட்டுக்கு போயினே இன்டு 2ல போகுது படம். ஜோஷி படம் சீன்ஸ்ரா ஒரு சீனும் அடுத்தது மூவ் ஆயிட்டே இருக்கு. அதுதான் உன்னை அந்த ஒரு ஃபிளாஷ்பேக்லயே ஸ்டார்டிங்லயே உன்னை அந்த செட் பண்ணிட்டாங்க இப்படிதான் அப்படின்ட்டு. அதுக்கப்புறம் பிக்கப் ஆயிடுச்சு. அதுதான் இதுக்கப்புறம் சில காம்ப்ரமைஸ் மட்டும் அதை மட்டும் தூக்கி இருந்தா படம் ஒன்றும் பயங்கரமா. அந்த ஃபர்ஸ்ட் 2 பாட்டு 3 பாட்டு மொத்தம் 3 பாட்டுமே தேவையில்லை. ஆமா 3வது பாட்டு கூட ஓகே தான். அவங்க அந்த லவ் ரொமான்ஸ் வரும்போது ஃபர்ஸ்ட் 2 பாட்டு தேவையில்லை. அது இல்ல அந்த பாட்டு அது வாண்டடா வச்சா மாதிரி இருந்தது. அது இல்ல சார் ஃபேன்ஸ் கொஞ்சம் ஃபேன்ஸ்க்காக வச்சா மாதிரி இருந்தது ஃபர்ஸ்ட் சாங். ஏன்னா ஃபர்ஸ்ட் சாங் ஃப்ளோவா போயிருந்ததுடா கதை. ஃபர்ஸ்ட் சாங் கூட ஓகே விட ஹீரோ வந்தாரு, ஒரு செட் ஆயிட்டாரு, அந்த வேற ஒரு ஊர்ல செட் ஆயிட்டாரு. ஸோ வந்து அந்த செட் ஆனதுக்கு என்ஜாய் பண்ற மாதிரி ஒரு பாட்டுன்னு வச்சுக்கேன், ஒரு ஐட்டம் சாங் மாதிரினே வச்சுக்கோங்க. அதை இங்க இன்னொரு தம்பி அண்ணிய பத்தி ஒரு பாட்டு பண்ணாரு பத்தியா, அதுதான் தேவையே இல்லை. இப்போ தமிழ் படத்துலலாம் எப்படி இல்ல அது ஒரு சீன் கூட நான் பார்த்ததே இல்லை. இல்ல அது தமிழ் படத்துல இருக்குதுன்னா கூட அந்த ஒரு பாட்டுனால அந்த படத்தோட ஃப்ளோ இதுன்னா அது இருக்கக்கூடாது. படத்தை சொல்ல நான் தம்பி சொல்றேன். இல்லடா எனக்கு क्वेश्चंस ஒரு ஆக்வர்டா இருந்துச்சு. தம்பி ஏன் வந்து அண்ணிய பத்தி பாட்டு பாடி அது அண்ணி ஏன் கனவு வந்தாங்க அப்படின்றது ஒரு டவுட் இருந்தது. அது ஓகே விடாது, நல்லா தூக்கி போடலாம். படம் வந்து சூப்பரா இருந்துச்சு. அதான் இதெல்லாம் கழிச்சு விட்டுன்னு வச்சுக்கேன், படம் வேற மாதிரி படம். அதுதான் சொல்ல அந்த ஃப்ளோ படம் போயினே இருந்ததா, இந்த பாட்டுனால ஃப்ளோ கம்மி ஆயிடுது. அதுதான் பிரச்சனை. மற்றபடி சில படம் வந்து சில இது வந்து நம்ம ஃபிளார் மாதிரி ஆனா பார்த்தா ஒரு ரீசனா இருக்கு படத்துல. இது வந்து சூப்பரா இருந்தது. அந்த மோதிரம் சீன்லாம் கூட எல்லாத்துக்கும் இந்த வாட்ச் சீன் அது வாட்ச் நல்லா தெரிஞ்சிச்சு. பட் மோதிரம்லாம் எக்ஸ்பெக்ட் பண்ணல. நானே நினைச்சேன் மோதிரம் வந்து அடிச்சுட்டு ஒரு இவரு போயிட்டு திருப்பி அடிக்கும் போது இப்போ மோதிரத்தை கைட்டி கொடு அப்படின்னு அப்படியேதான் பண்ண நினைச்சேன். பட் ஆனா சூப்பரா யூஸ் பண்ணிருந்தாங்க. கூட இருந்தாரு ஃப்ரெண்டு கேரக்டர், அவர் சரியான காமெடி. அவரு பார்த்ததுலேயே எனக்கு தெரிஞ்ச மலையாளத்துல நல்ல அஜி வர்கீஸ்க்கு அப்புறம் அவர் தான் உங்களுக்கு சாட்டிஸ்ஃபை பண்ணிக்கிறாரு. நல்ல காமெடி. பேர் என்ன? அதே மாதிரி வந்து இவரு பிரதர் கூட அவரு நம்ம இந்திரஜித் அவர் ஸ்டார்டிங்ல இருந்தே புரியுண்டா. நல்ல கேரக்டர், அவரும் சூப்பரா. அந்த ஃபாஃபா மூவி எல்ஜேபி மூவில நடிச்சிருப்பாரு, அதெல்லாம் சூப்பரா இருக்கும். ஹரிஸ்ரீ அசோகன். இது ஹரிஸ்ரீ அசோகன். சில்ட்ரன் அர்ஜுன் அசோகனா? ஐயோ அர்ஜுன் அசோகன் சத்தியமா எங்களுக்கு இப்பதானே தெரியும். எனக்கு ஃபர்ஸ்ட் கேஷிங் படிக்கும் போது லைட்டா ஒரு இது அசோகன் பேர் பார்த்தனா நான் மறந்துட்டேன். நான் சுத்தமா எப்பவுமே இது நோட் பண்ணுவோம்ல இந்த மாதிரி எதுனா செகண்ட் நேம் இருந்தா. தெரிஞ்சு எல்லா கேரக்டருமே நல்லா சூப்பரா பண்ணியிருந்தாங்க படத்துல. ரியாஸ் கான் அவரு அதான் 2020 அவர் எடுத்துக்கிறாரு. இவங்க தானடா இது இந்த அம்மா கேரக்டர் தானே. இந்த தனியா ஒருத்தர் அம்மாவா இவங்க அப்படியா?
வேற ஏதோ படத்துல கூட பார்த்துருக்கோங்களே. ஓகே, அவங்க பத்தி எவ்வளவு படம் பண்ணிக்கிறாங்க, ஒரு வருஷத்துலயே 10 படம் பண்ணிக்கிறாங்க. மனோரமா என்னன்ற படம் வந்து நல்ல படம், சூப்பரா போச்சு. டு பி ஃப்ராங்க் வந்து பார்த்த எல்லா 10ல திலீப் 10ல இந்த படம் லாஸ்டா சொன்னது வந்து இது பிரின்ஸ் அண்ட் ஃபேமிலிக்கு தான் சொன்னேன். அது வந்து எனக்கு தெரிஞ்சு பிரின்ஸ் அண்ட் ஃபேமிலி மலையாளம் ஆடியன்ஸ்க்கு அவ்வளோ பிடிக்கலன்னு சொன்னாங்க. ஆனா எங்களுக்கு வந்து ஓகே, ஒரு எனக்கு தெரிஞ்சு ஒரு பெஸ்ட் கமர்ஷியல் மூவி இந்த படம் பார்த்ததுல. பக்கா மூவி. எந்த இடத்துலயுமே அவர் வந்து சாங்ஸ் இல்லாம வந்துருக்கலாம், மத்தபடி பார்த்தா சாங்ஸ் மட்டும் தான் எனக்கு தெரிஞ்சு. சாங்ஸ் இல்லாம இருந்தா படம் சூப்பரா. அந்த 2004 அந்த டைம்ல வந்து சாங்ஸ் வேற வழி இல்ல. ஆனா இந்த ஒரு லைன் தான் நான் ஜஸ்டிஃபை ஆகல. ஜஸ்டிஃபை மூவி லேட்டர் கெயின்ட் பாப்புலாரிட்டி ஆன் சோஷியல் மீடியா டியூ டு இட்ஸ் சிமிலாரிட்டிஸ் வித் பிரேக்கிங் பேட் கிரியேட் பண்ணதுன்னு இந்த இன்ஸ்டாகிராம்ல பாப்பல திடீர்னு ஒரு போஸ்ட் வரும், இந்த வேர்ல்டுலயே இந்த டாப் 10 மூவிஸ் தான். இப்போ 4 ஹாலிவுட் போடுறது, நடுவுல பார்த்தா ஒரு மலையாளம் நீ பேஜ் ஓபன் பண்ணி பார்த்தா அது மலையாள மூவி பேஜா இருக்கும். பயோல பார்த்தேன்னு வச்சுக்கோங்க, மலையாளி அந்த மாதிரி எழுதிருக்கிறாங்க. தேவையே இல்லை. இல்ல ஆக்சுவலி என்னன்னா படம் வந்து நல்ல படம். எனக்கு தெரிஞ்சு நான் அந்த டைம் 2004 அந்த டைம்ல நான் வந்து ஒரு ரிவ்யூல இருக்கேன். ரிவ்யூ ஒரு படத்துக்கு வந்து ரிவ்யூஸ் பாயிண்ட் தரேன் அப்படின்னா நான் வந்து அட்லீஸ்ட் 8ல இருந்து ஒரு 9 வரைக்கும் கொடுப்பேன் அந்த 10க்கு. சரியா? செம்மையா போயிருக்கணும், தியேட்டருக்கு எல்லாம் வேற லெவல்ல கொடுத்துருப்பேன். ஆனா என்ன ஆயிடுச்சுன்னா இப்ப அந்த ஒரு லைனை பச்சைக்கு அப்புறம் எனக்கு மைண்ட் பீக் ஆயிடுச்சு எனக்கு. சரி ஓகே, அப்படி இருக்கும் போல படம் அப்படின்னு போது தான் இது. இப்ப அந்த லைனை பார்க்காம நீ படம் பார்த்தோன்னா சூப்பரா சரியான படம் இது. இல்லடா ஓகே சொல்றாரு ஒரு ஸ்மக்லிங் பண்றாரு, அது சொல்லிருக்காங்களான்னு தெரியல. இல்ல கெமிஸ்ட்ரி ஒரே ஒரு வேர்ட் கெமிஸ்ட்ரின்னு வந்து அதுவும் அந்த அது அப்புறம் யூஸ் பண்ணது. ஹேங்க் ஸ்ட்ரைடரும் இவர் அந்த இதுவா அது தெரியல. எதை வச்சு இது அந்த சிமிலாரிட்டி வந்து எதுன்னு கமெண்ட் பண்ணுங்க. என்னடா சிமிலாரிட்டினா கூட இப்போ அந்த படம் அந்த பிரேக்கிங் பேட் கூட பார்த்தோன்னா அந்த இது இவங்களுக்குள்ள அந்த வால்டர் ஒயிட்டுக்கும் அந்த இவருக்கும் போலீஸ்க்கும் இருக்கிற ரிலேஷன்ஷிப் வந்து ஒரு மாதிரி இதுவாகவே போகும்டா, சஸ்பென்ஸாகவே போகும், த்ரில்லிங்காகவே போகும். இதுல பிரதர் அண்ட் இது வந்து காமிக்கா போச்சு. இதுல என்ன சிமிலாரிட்டி அதான் தம்பி இப்போ ஒரு ஃபேமிலியில ஒரு ஆள் போலீஸா இருக்கான், ஒரு ஆள் வந்து இத பார்த்து பிரேக்கிங் பேட் அந்த 2 வார்த்தை மட்டும் இந்த இதுல விக்கிபீடியா யாரு விக்கிபீடியா நான் சொல்றேன். இல்ல நான் கூட சொல்றேன், எங்களுக்கு விக்கிபீடியா ஆக்சஸ் கிடையாதுன்னு நினைக்கிறேன். நான் எங்களால எடிட் பண்ண முடியாது, அக்கௌண்ட்லாம் வேணும். யாராவது ஆடியன்ஸ்ல அக்கௌண்ட் வச்சு தயவு செஞ்சு அந்த லைனை வந்து டெலிட் பண்ணுங்க ப்ளீஸ். ஏன்னா புதுசா பாக்குறவங்க ரொம்ப எதிர்பார்ப்போட நம்மளுக்கே வந்து ஸ்டார்டிங்ல பார்த்தா கொஞ்சம் புரிஞ்சிருக்காதுன்னு வச்சுக்கோ. இப்போ நம்ம கொஞ்சம் மலையாள படம் பார்த்துட்டு ஓகே அது ஏற்ற மாதிரி சில கேரக்டர்ஸ் யார் எப்படி பண்ணுவாங்கன்னு தெரிஞ்சிச்சு. ஸோ அதனால வந்து கொஞ்சம் கோப்ப போகிறதுக்கு ஈஸியாக இருந்துச்சு. அதான் சொல்கிறேன்ல, அது ஏதோ நம்ம பையன் தான் ஃபன் பண்ணிட்டுருக்கான். சரி ஓகே, ஸோ வந்து ரன்வே வந்து ஒரு தரமான கமர்ஷியல் மூவி, எல்லோரும் பார்க்கலாம். இன்னும் அது அருமையான. அதே மாதிரி பாயும் இந்த டைலாக் மறக்க மாட்டேன். அந்த டைலாக் பாய் துமாரே பாய் அடி அந்த ஃப்ரெண்ட்ஸ்ல யூ நோ ஐ நோ அப்படின்னு டைலாக் ஒன்று வரும் பார்த்தீங்களா? டு யூ நோ தட் வி நோ. ஓகே, ஸோ வந்து நம்ம நல்ல திலீப் மூவி இந்த மாதிரி உங்களுக்கு தெரிஞ்சிச்சுல, இந்த மாதிரி மூவிலாம் வந்து இப்போ ஒர்க் அவுட் ஆகுதுன்னு. ஸோ அது சம்மந்தமான மூவிஸ். அடுத்து வந்து ஏதோ ஒரு வந்து யாத்ரா மூவியா, வினோத யாத்ரா, அந்த மூவி வந்து நம்மளுக்கு இது வந்து ஒரு நண்பர் அனுப்பிச்சாரு. ஸோ அதனால இந்த மூவி பார்க்க முடியும். இல்லை அதுதான் பெஸ்ட்டு எனக்கு தெரிஞ்சு. என்னன்னா இப்போ நாங்களும் இந்த படத்தை வந்து ரொம்ப நாளாக வச்சுருந்தோம், ஏன்னா இந்த படம் பார்க்கணும், ஏன்னா கமெண்ட்ஸ் நிறையா வருதுன்னு சொல்லி வச்சோம். பட் ஆனால் என்னன்னா சப்டைட்டில் வரல. சப்டைட்டில் வந்ததுனால இப்போ இந்த படம் பார்த்தோன்னே ஹாப்பி. அதனால இதான் சஜஸ்ட் பண்ணுறீங்கன்னா சப்டைட்டில் கூட போய் இப்போ யார் மெசேஜ் பண்ணணும் ரிப்ளை அதுதான் சப்டைட்டிலுக்கு தான் இருக்குது. இந்த ஓடிடியில் இருக்குது, அதெல்லாம் அனுப்பிச்சு விட்டீங்கன்னா நல்லா இருக்கும். நம்மளும் பார்க்கலாம் ஜாலியாக. நிறைய படம் சொல்கிறாங்க நீங்களா இருக்கான்னு எங்கே இருக்குதுன்னு தெரியல, தேட வேண்டியதாகுது. 1984க்குலாம் போட்டு வச்சுக்கிறீங்க, 2000 மேலே கிடைக்க மாட்டேங்குது. ஓகே, ஸோ எஸ் நம்ம வந்து இன்னொரு வீடியோவில் இன்னொரு அருமையான ஒரு திலீப் மூவி பார்க்கலாம். Until then, this is Saidi. Signing off. Subscribe guys. இந்த மாதிரி படத்தெல்லாம் சொல்லாமடா இவங்க மை பாஸ் 2 countries. Now say my name. செருப்பால் அடிப்பேன்.